വാ 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 വാ. നമ്മളൊരു യാത്ര ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോകുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവണ്ട. കാരണം ഞങ്ങൾ ഈ മൂന്നാർ ട്രിപ്പ് ഒട്ടും പ്രീ പ്ലാൻ ചെയ്ത് പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ റെസ്റ്റോറൻറ്റിൽ കയറി രാത്രിക്കലത്തെ അത്താഴം കഴിക്കലാണ് മെയിൻ പരിപാടി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അവിടെ പോയാൽ എവിടെ നിൽക്കും എന്നുള്ള ചർച്ചയാണ് ഇപ്പി ചൂടായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ അവിടെ പോയി നിൽക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും. അങ്ങനെ ഒരുപാട് നേരത്തെ സെർച്ചിങ്ങിന് ശേഷം അനസും തസ്ലയും കൂടി നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ കണ്ടെത്തിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് ആക്ച്വലി ഒരു വലിയൊരു ഇതൊന്നുമല്ല, ഒരു 3-4 റൂം അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് കുറെ ഉണ്ട് കേട്ടോ. കാണാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വ്യൂ രാത്രി വന്നപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ പുറത്തുണ്ടെന്ന് ഒന്നും മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രാത്രി കാണിക്കാണ്ടിരുന്നത്. രാവിലെ എണീച്ചപ്പോൾ നല്ല കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് കേട്ടോ നമ്മളെടുത്ത റൂം. ഞാൻ പറഞ്ഞില്ലേ പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് കിട്ടിയ റൂം കയറി എടുത്തതാണ്. അപ്പം ഇവിടെ തന്നെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് 3 റൂം വരുന്നുണ്ട്. രാത്രി വന്നിറങ്ങിയപ്പോൾ ഇത്ര മനോഹരമായൊരു കാഴ്ച ഈ റൂമിനടുത്തുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. രാവിലെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. റൂമൊന്നും അത്ര വലിയ റൂമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ കാഴ്ചകളൊന്നും ഇല്ലാന്നട്ട കരുതിയത്. പക്ഷെ നല്ല ഫ്രണ്ടിൽ തന്നെ നല്ല വ്യൂ ആണ്. കാരണം മൂന്നാറിൽ ഇപ്പോൾ എവിടെ ആയാലും ഈ ഒരു കാഴ്ച നമുക്ക് സ്വാഭാവികമാണ്. എന്നാലും നല്ല രാവിലത്തെ ഈ ഒരു വാക്കിംഗ് ഉണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന ഒരു വാക്കിംഗ് ആണിട്ടത്. അവരുടെ ചെറിയ ചെറിയ കുടിലുകൾ, നല്ല മനോഹരമായ ചെറിയ ചെറിയ വീടുകൾ ഈ സൈഡിലൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ബാക്കിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് ഹിൽസ് ഒക്കെ കാണാൻ പറ്റും. ആ ചെറിയ വഴിയിൽ നിന്ന് വലിയ റോട്ടിലേക്ക് കടന്നാൽ ഈ ഒരു ടീ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. രാവിലെ തന്നെ ആ അടിച്ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ കേട്ടോ. അപ്പം നമ്മൾ രണ്ടാളും മാത്രമായിട്ട് ചായ കുടിക്കാനുള്ളൂ. അവരൊക്കെ ഉറങ്ങാണ്. നമ്മൾ രാവിലെ തന്നെ എണീറ്റു. ചായ നിർബന്ധമായതുകൊണ്ട് തന്നെ എണീറ്റപാടെ ഈ ഒരു ഷോപ്പ് തപ്പി വന്നതാട്ടോ. രാവിലത്തെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് റൂമിനോട് ടാറ്റാ ബൈ ബൈയും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാട്ടോ. അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരിടം കണ്ടെത്തലാണ്. താഴ്വര. എല്ലാവരുടെയും ഉദ്ദേശം നല്ലൊരു മസാല ദോശ തട്ടണം എന്നുള്ളതാട്ടോ. അപ്പൊ എവിടെയാണ് ഇവിടെ എന്നുള്ളത് ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് നമുക്ക് വഴി നിശ്ചയമില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ചോദിച്ചിട്ടാട്ടോ നമ്മൾ പോണത്. പിന്നെ ഈ മൂന്നാറിലത്തെ ഏതൊരു വ്യൂവും നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാൻ തോന്നും. നമ്മ വന്നത് സീസണിലായതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റ്സും നല്ല റഷായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി അങ്ങോട്ട് കയറി. ബാരിസ്റ്റ കഫേയിൽ നമ്മൾ തൊട്ട് മുന്നിൽ കാണുന്നില്ലേ, അവിടെ ആദ്യം കയറിയപ്പോൾ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നല്ല മസാല ദോശയും ഇഡ്ഡലിയും ഒക്കെ പാസ്സാക്കി പിന്നെ നമ്മളെ കാഴ്ചകളുടെ ലോകത്തേക്ക് ഇറങ്ങി. ഇവിടങ്ങളിൽ വന്നാൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മാങ്ങ അല്ലേ. ഈ മൽഗോവ മാങ്ങ ഉപ്പും മുളകും ഒക്കെ പരട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അതാ ഭൂരിഭാഗം എല്ലാവരും ഇവിടെ വന്നാൽ വാങ്ങും. അത് കാരണം വെച്ചാൽ ഫ്രഷ് മാങ്ങയാണ് അവർ കട്ട് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി വെക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ നോക്കിയാൽ എത്ര മനോഹരമാല്ലേ. പച്ചപ്പിന്റെ ഇടയിൽ ചുവപ്പും മഞ്ഞയും കലർന്ന ഈ കൊങ്ങിണിപ്പൂ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല പർപ്പിൾ കളർ പൂവുകളും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ക്യാമറയിൽ പകർത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിനോട് കൂടിയിട്ട് നമ്മളുടെ ഈ മലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് പറയാന്നുള്ളത് അറിയില്ല നമുക്ക്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഞാൻ പാർട്ടായിട്ട് നമ്മളെ ട്രിപ്പ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ ആർക്കും കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.